بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകുന്ന നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു നിഅമത്താണ് നല്ല കുടുംബം. അതൊരു അനുഗ്രഹമാണ്, തൗഫീഖാണ്. കാരണം മിൻ സആദത്തിൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിത വിജയത്തിൽപ്പെട്ടതാണ് അയാളുടെ കുടുംബജീവിതം നേരെയാവുക എന്നുള്ളത്. കാരണം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ അത് അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. വെറും ഒരു വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമായിരിക്കൂല അത്. ഒന്നാമത് മനസ്സിന്റെ താളം തെറ്റും. ഖൽബിന്റെ അവസ്ഥകൾ മാറിയാൽ നേരെ ചൊവ്വയിലുള്ള അനുസരണ ഉണ്ടാവില്ല. ഇബാദത്തുകളിൽ ഒരു മനസ്സ് കിട്ടൂല. അങ്ങനെ പല മേഖലകളും അയാൾക്ക് മോശമാവും. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം അങ്ങനെയുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരാതെ നല്ല റാഹത്തുള്ള കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അത് പാലിച്ചാൽ മതി, പ്രശ്നം കഴിയും. സ്വർഗീയമൊന്നും ആക്കാൻ പറ്റൂല. കുടുംബജീവിതം സ്വർഗീയമാക്കാൻ എന്നൊക്കെ നമ്മൾ വിഷയം കൊടുക്കും. അങ്ങനെയൊന്നും ആവുന്ന പരിപാടിയേ ഇല്ല. സ്വർഗീയത സ്വർഗത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വർഗത്തിലുള്ള പോലത്തെ ഒരു ദാമ്പത്യം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ദുനിയാവ് തന്നാൽ പിന്നെ സ്വർഗത്തിന് വിലയില്ല. മനുഷ്യന്മാർക്ക് പിന്നെ അങ്ങോട്ട് പോകാനുള്ള ആർത്തിയും ആവേശവും ഒന്നും ഉണ്ടാവില്ല. അതൊരിക്കലും അല്ലാഹു ദുനിയാവ് അങ്ങനെ ആക്കൂല. പ്രശ്നങ്ങൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരെ സാദാ സീതാ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം ഭദ്രമാവാൻ അല്ലെങ്കിൽ റാഹത്താവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം? പൊതുവെ ഈ കുടുംബജീവിതം പ്രസംഗിക്കുന്ന ആൾക്കാർ, എൻ്റെ ഒരു വിയോജിപ്പ് എനിക്ക് പ്രകടിപ്പിക്കാമല്ലോ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് അറിയില്ല. കുടുംബജീവിതം പ്രസംഗിക്കുന്ന ആൾക്കാർ ഈ മാപ്പിളക്ക് വീടിനോടും വീടർക്ക് മാപ്പിളിനോടുമുള്ള ഹഖൂഖുകൾ മാത്രമേ പറയൂ. ചായ കുടിക്കാൻ കൊണ്ടുവന്നതും ഹോട്ടലിൽ കൊണ്ടുവന്നതും ജോലിയിൽ പങ്കാളിയാവുന്നതും അങ്ങനെ പലതും ശരിയാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ അതിനൊന്നും അല്ല കാര്യം. അതൊക്കെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംഗതികളാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹഖൂഖുകളും മറ്റ് മക്കളോടുള്ള ഹക്ക്, ആ ഹക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഏറ്റവും നല്ല കുടുംബത്തിന്റെ ഒന്നാമത്തെ അടയാളം അവർ ആദർശത്തിൽ ബന്ധുക്കളായിരിക്കും എന്നുള്ളതാണ്. കാരണം ആദർശം, അഖീദ ശരിയാവാതെ സ്വഭാവം എത്ര നന്നാക്കിയിട്ട് എന്താ കാര്യം? നമ്മൾ സാധാരണ പുര വെക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ തറ കെട്ടുമ്പം ആ തറക്ക് ബലമില്ലെങ്കിൽ അതിന്റെ മുകളിൽ എത്ര വലിയ ബിൽഡിംഗ് വെച്ചിട്ട് എന്താ കാര്യം? അടുത്ത മഴക്കത് പൊട്ടിപ്പോവില്ലേ? അഖീദ ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും ആ വീട്ടിലുള്ളവർക്കും ക്ലിയർ ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ അങ്ങനെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം അഖീദയോടൊപ്പം അള്ളാഹു നൽകുന്ന ഓഫറാണ് സത്യവിശ്വാസികളുടെ സൽസ്വഭാവം. കാരണം അഖീദ ശരിയാവുന്നപ്പോഴാ? അള്ളാഹുവിനെ അറിയുമ്പോഴാണ്, ആഖിറത്തിന്റെ ബോധം ഉണ്ടാകുമ്പോഴാണ്, മരിക്കുന്നുള്ള പേടി ഉണ്ടാകുമ്പോഴാണ്. അത് മൂന്നും കൂടി ഒരുമിച്ച് വന്നാൽ ബാക്കി സ്വമേധയാ നന്നാവലാണ്. അഖീദ ക്ലിയർ ആവുക. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ ഈ കുടുംബപരമായിട്ടുള്ള ഭർത്താവിനെ, ഭാര്യയെ മറ്റൊക്കെ അള്ളാഹു പറഞ്ഞപ്പോ അതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആദർശവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല. കാരണം അത് ശരിയായാലേ ആ ബന്ധം തന്നെ ശരിയാവുള്ളൂ. നീ നിന്റെ വീടറെ കൂട്ടിയിട്ട് രാവിലെ നീ ചായ കുടിക്കാൻ പോകുമ്പോൾ ബൈക്കിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോയിക്കൂടെ, ഒരു ചായ വാങ്ങിച്ചു കൊടുത്തൂടെ എന്നൊക്കെയാണ് സാധാരണ കുടുംബ ക്ലാസ് ഉണ്ടാവുക.
ഇവൻ ഈ ഭാര്യയും ഭർത്താവും ആകണമെങ്കിൽ അതിനൊരു നിയമമില്ലേ? ഞാൻ ഇന്നലെ മടക്കിയതിൽ ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ ഇംറഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ ആസിയ ബീവിയെ സംബന്ധിച്ചായിരുന്നു നമ്മുടെ ചർച്ച. അപ്പൊ ഈ ആസിയ ബീവിയെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നൊരു സംശയമുണ്ട് ആൾക്കാർക്ക്. ഇത്ര വലിയ മുഅ്മിനത്തായ ഈമാനിന്റെ ഉദാഹരണമായി അള്ളാഹു പറഞ്ഞ ആസിയ ഫിർഔനെ പോലത്തെ കുരുത്തം കെട്ട ഞാൻ റബ്ബ് എന്ന് വാദിച്ച ഒരുത്തന്റെ ഭാര്യയായിട്ട് എങ്ങനെയാ ജീവിച്ചത്? ഒരാള് റബ്ബ് എന്ന് വാദിക്കുന്ന കാഫിറും മുശ്രിക്കും, മറ്റേയാള് ഈമാൻ. ആസിയ മുസ്ലിം ആവുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് അവര് ഭാര്യയും ഭർത്താവുമാണ്. പക്ഷെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ ഭാര്യയും ഭർത്താവും ആദർശ പൊരുത്തം ഉണ്ടെങ്കിലേ ഒന്നിക്കാവൂ എന്ന നിയമം ഉണ്ടോ ഇല്ലേ? അല്ലാഹു ആലം. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല, നമുക്കത് അറിയും വേണ്ട, അതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ ചോദിക്കും വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് മുഹമ്മദി ശരീഅത്താണ്. ഒരാൾ ഒറിജിനൽ തൗറാത്ത് കൊണ്ടുവന്നു, ഒറിജിനൽ ഇഞ്ചീൽ കൊണ്ടുവന്നു, ഒറിജിനൽ സബൂർ കൊണ്ടുവന്നു, അതിലെ നിയമങ്ങളും ഹറാമും ഹലാമും അതും ഇതും എല്ലാം പഠിച്ചിട്ട് അയാളത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അയാൾ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. അത് പ്രാവർത്തികമാക്കാൻ നിന്നാൽ ഇസ്ലാം ഒന്ന് ഔട്ടാവും. കാരണം ഖുർആനിന്റെ വരവോടുകൂടി തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ അതിലെ ശരീഅത്തിന്റെ നിയമങ്ങൾ മൻസൂഖാണ്. അവിടെ അതിലെന്താ നിയമം, അവിടെ എന്താ പറഞ്ഞ് നമുക്ക് അറിയില്ല, അറിയേണ്ട കാര്യമില്ല. ഇനി അറിഞ്ഞിട്ടൊട്ട് അമൽ ചെയ്യാനും പറ്റൂല. അതുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞു അത് പഠിക്കാൻ വേണ്ടി സമയം ചെലവാക്കൽ നാഫി അല്ലാത്ത ഇൽമിന് സമയം ചെലവാക്കുന്നതിന് തുല്യ. മുഹമ്മദി ശരീഅത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഒരു കുടുംബത്തിലെ കുടുംബനാഥനും കുടുംബനാഥയും ഭാര്യയും ഭർത്താവും മാപ്പിളയും വീടറും ആകണമെങ്കിൽ അവർ തമ്മിൽ ആദ്യം വേണ്ടത് ആദർശ പൊരുത്തമാണ്. ഇല്ലെങ്കിൽ ഒരു മാപ്പിളയും വീടറും ആവൂല. ഇതൊന്നാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഈ കുടുംബ ജീവിതത്തിന്റെ കഥകൾ പറയുമ്പോൾ ബാക്കി അതിന്റെ 4 വശങ്ങൾ മനോഹരമാക്കാനും ഭംഗിയാക്കാനുള്ള സംഗതികളൊക്കെ പറയും. പക്ഷെ അത് രണ്ടും ആദ്യം ഒന്നാവണ്ടേ, കുടുംബം ആവണ്ടേ. സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള്, അവരെ കല്യാണം കഴിച്ചത് ഖദീജ ബീവിയുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, പക്ഷെ മുശ്രിക്കാണ്. ഹിജറ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ മദീനത്തേക്ക് പോയി. സൈനബ് ഭർത്താവിന്റെ കൂടെ മക്കത്ത് തന്നെയുണ്ട്. ഒരു യുദ്ധത്തിൽ ഈ ഭർത്താവിനെ മുസ്ലിം പട്ടാളക്കാര് പിടികൂടി, അങ്ങനെ മദീനത്തേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ പുതിയാപ്പള. അങ്ങനെ മക്കത്തുനിന്ന് ഈ ബന്ധികളുടെ ബന്ധുക്കൾ മോചന ദ്രവ്യവും കൊണ്ട് മദീനത്തേക്ക് യാത്രയായി. അത് കൊടുത്തിട്ട് ആ ബന്ധികളെ മോചിപ്പിച്ച് മക്കത്തേക്ക് കൊണ്ടുവരാൻ അങ്ങനെ പള്ളിയിൽ ദർബാർ നടക്കുക. ആ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ മോചന ദ്രവ്യമായി ഒരു മാല കൊണ്ടേ കൊടുത്തു. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺട്രോൾ പോയി കരയാൻ തുടങ്ങി. കാരണം ഭാര്യ ഖദീജ മോളെ കല്യാണത്തിന്റെ അന്ന് മോക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ആ മാല. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, പുതിയാപ്പിള ചോദിച്ചാലേ കൊടുക്കാൻ പാടില്ലാത്തുള്ളൂ കേട്ടോ. കല്യാണത്തിന്റെ അന്ന് പൊമ്മക്കക്ക് ഗിഫ്റ്റ് കൊടുക്കാം, പുതിയാപ്പിള ചോദിച്ചാലോ മോക്ക് വേറെ പുതിയാപ്പിളിനെ നോക്കിയാൽ മതി. അതാ നിയമം. ഈ മാല ഖദീജ ബീവി മോക്ക് കൊടുത്തതാണ്. ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജാൻ ഓർമ്മ വന്നു. ഉറക്കെ കരയാൻ തുടങ്ങി. ഏങ്ങലടിക്കുന്ന ശബ്ദം സഹാബത്തെ കേൾക്കുകയാണ്. ഭയങ്കര സങ്കടമായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ മാല തിരിച്ചു കൊടുക്കണം. ഇതെന്റെ മോളെ മാലയാണ്, അയാളെ നിങ്ങൾ അങ്ങ് വെറുതെ വിടണം. റസൂലുള്ളാഹിന്റെ ആഗ്രഹമല്ലേ. സഹാബാക്കൾ വിട്ടു. പോകുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്റെ മോള് സൈനബിനെ മദീനത്തിന്റെ അടുത്ത് എത്തിക്കണം. കാരണം ഇത്രയും കാലം നിങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. സൈനബ് മുസ്ലിമാണ്, മറ്റോ മുശ്രിക്കുമാണ്. പക്ഷെ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്, ലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന വലഅമത്തുൻ മുഅ്മിനത്തുൻ ഖൈറുൻ മിൻ മുശ്രികത്തിൻ വലൗ അഅജബത്കും. നിങ്ങൾക്ക് ഒരു അടിമപ്പെണ്ണ്, മുഅ്മിനത്തായ ഒരു അടിമപ്പെണ്ണാണ് ഏറ്റവും നല്ലത്. ആരെക്കാൾ? ശിർക്ക് ചെയ്യുന്ന കുലീനയായ ഒരു മുശ്രിക്കത്തായ പെണ്ണിനേക്കാൾ. വലൗ അഅജബത്കും,
ആ പെണ്ണിന് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണെങ്കിലും ശരി, ആ കല്യാണം ശരിയാവൂല. ലാ തൻകിഹു, നിങ്ങൾ മോളെ കെട്ടിക്കരുത്. തൊട്ടടുത്ത മറ്റൊരായത്ത്, വലാ തുൻകിഹു, നിങ്ങൾ കല്യാണം കഴിക്കും ചെയ്യാൻ പാടില്ല. മോളെ പുതിയാപ്ലക്കും കൊടുത്തുകൂടാ, മുശ്രിക്കായ ചെക്കന് മുശ്രിക്കത്തായ പെണ്ണിനെയും നോക്കിക്കൂടാ. നിയമം പാസ്സായിട്ടുണ്ട്, മോളെ എൻ്റെ അടുത്ത് എത്തിക്കണം. അദ്ദേഹം പോയി കരാർ പാലിച്ചുകൊണ്ട് സൈനബിനെ തിരിച്ച് മദീനത്തേക്ക് അയച്ചു. കുറെ സംഭവമുണ്ട്. മദീനത്തേക്ക് അയച്ചു. പിന്നീട് ഒരിക്കൽ ഇദ്ദേഹത്തിന് മാനസാന്തരം വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാതെ മദീനത്ത് വന്ന് സൈനബ് റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ അയാൾ അഭയം പ്രാപിച്ചു. പെട്ടെന്ന് ഭർത്താവിനെ കണ്ട സൈനബ് വേറെ കല്യാണം കഴിച്ചില്ല, കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഭർത്താവിനെ കണ്ടപ്പോൾ ആകെ അന്തം വിട്ടു. പക്ഷെ അന്ന് അവിടെ താമസിച്ചു. പിറ്റേന്ന് സുബ്ഹ് നിസ്കാരത്തിന്റെ സമയം സൈനബ് റളിയല്ലാഹു അൻഹ പള്ളിയിൽ വെച്ച്, ഇപ്പൊ റസൂലുള്ളാഹിന്റെ മോൾ എവിടെ ഉണ്ട്? അപ്പൊ പിന്നെ മൗലമാര് റസൂലുള്ളാഹിന്റെ ഭാര്യമാരും മക്കളും പള്ളിയിൽ പോയിട്ടാന്ന് പറയുന്നത് കളവാണ്. അല്ലെങ്കിൽ ഐറ്റങ്ങൾക്ക് കളവേ ഉള്ളൂ. പിന്നെ ഇത് മാത്രം എന്തിനൊരു കളവായിട്ട് എടുത്ത് പറയുന്നത്? കാന്തപുരത്തിന്റെ കൈമലുള്ള മുടി 1 സെന്റിമീറ്റർ വളർന്നിനോ? വളർന്നിട്ടുണ്ടാവോ? ബെടായി, ഒറ്റ ബെടായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിലുള്ള പൊടി കാന്തപുരത്തിന് കിട്ടീനോ? വെള്ളത്തുകൾക്ക് കൊടുക്കാൻ. നമ്മളൊക്കെ കണ്ടല്ലേ മദീനത്തെ റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ പോയിട്ട്, അടുക്കാൻ പോയിട്ട് അതൊന്ന് ഇങ്ങനെ എത്തി നോക്കിയാൽ കാണുമോ? പിന്നല്ലേ പൊടി തുടച്ചെടുക്കല്. ബെടായി, പച്ചക്കളവ്, കച്ചവടക്കാരാണ്. അവരൊന്നും പണ്ഡിതന്മാരായിട്ടും ഗ്രാൻഡ് മുഫ്തിമാരായിട്ടൊന്നും മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നില്ല. മുസ്ലിം മീൻസ് മുവഹിദ്, മുവഹിദ് അംഗീകരിക്കുന്നില്ല. ബെടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് പള്ളിയിൽ നിന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ ഇദ്ദേഹത്തിന്, ഭർത്താവ് എന്ന് പറയുന്നില്ല, ഇദ്ദേഹത്തിന് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ നെട്ടി. പുതിയാപ്പിള വന്ന കാര്യം അറിയില്ല. തങ്ങൾ ഉറക്കെ പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, മോളി പറഞ്ഞ വിഷയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ആൾക്കാർക്ക് എന്ത് വരും? തെറ്റിദ്ധാരണ വരും. അതൊരു വലിയ നിയമമാണ് ഇസ്ലാമിൽ. ഒരാൾക്ക് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ധാരണ പിശക് വന്നാൽ അത് നമ്മൾ അറിഞ്ഞാൽ ഉടനെ തിരുത്തിക്കൊള്ളണം. അല്ലെങ്കിൽ ആ ധാരണയിൽ നിന്ന് ഉണ്ടാകുന്ന ഫസാദുകൾ വളരെ വലുതായിരിക്കും. അത് കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും തെറ്റിദ്ധാരണകൾക്ക് വഴി കൊടുക്കാനേ പറ്റൂല. എന്നിട്ട് മോളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ, നിനക്ക് അയാള് ഹലാലല്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ ഇന്നലെ അഭയം കൊടുത്തല്ലേ വീട്ടില്, മോളെ നിനക്ക് അയാൾ ഹലാലല്ല, നീ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞാൽ ഇനി ഭാര്യയും ഭർത്താവുമായിട്ട് പരിഗണിക്കാൻ പറ്റൂല. ആയത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുടുംബ ബന്ധം പരിഗണിക്കപ്പെടുക, ഭാര്യയും ഭർത്താവും ആവുക, ഇത് ആദർശം നോക്കിയിട്ടാണ്. ആദ്യം നേരെയാക്കേണ്ടതും ആ കുടുംബത്തില് തൗഹീദാണ്, അഖീദയാണ്. അത് പോയി എല്ലാം. ആസിയ റളിയല്ലാഹു അൻഹ ഫിർഔന്റെ കൂടെയാണ് താമസിച്ചത്. പക്ഷെ ആ പെണ്ണില്ലേ, മുടി ചീകുന്ന പെണ്ണ്, നമുക്കറിയാം, സംഭവം അറിയാലോ. അവളെ ഫിർഔൻ തിളക്കുന്ന എണ്ണയിലിട്ട് കത്തിച്ച മക്കളെ പൊരിച്ചെടുത്ത് കണ്ടിട്ടും കൂസലില്ലാണ്ട് ഇങ്ങനെ കട്ടുകട്ടിയായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് ആസിയ കലിമ പ്രഖ്യാപിച്ചത്, ആമന്തു ബിറബ്ബി മൂസ വഹാറൂൻ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവിടെ ഒരു ഉദ്ധരണി പറയുന്നുണ്ട്, ഇസ്രാഈലെ താവാം, സദ്ദിഖു വകദിബു, കളവുവാക്കാം സത്യവാക്കാം രണ്ടും. ഈ കുഞ്ഞ് ഉമ്മാനോട് സംസാരിച്ചല്ലോ, യാ ഉമ്മ ഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ദുനിയാവിലെ ശിക്ഷ ആഖിറത്തിന്റെ ശിക്ഷയെക്കാളും എത്രയോ നിന്ദ്യമാണ്, നിസ്സാരമാണ്, അതുകൊണ്ട് മാറാൻ നിൽക്കണ്ട. ആ കുഞ്ഞ് സംസാരിച്ചത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം റൂഹ് പിരിയുമ്പോഴാണ് എന്നൊരു റിവായത്തുണ്ട്. അത് ആസിയക്ക് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടപ്പോഴാണ് ആസിയ മുസ്ലിമായ അന്ന് തൊട്ട് പിന്നെ ആസിയ ഫിർഔന്റെ ശത്രുവാണ്, ഭാര്യയല്ല. പിന്നെ പീഡനങ്ങളായിരുന്നു. എന്തായിരുന്നു പീഡനം അറിയോ? ഒരു മരത്തിൽ ആണി കൊണ്ട് തറച്ചു ആസിയാനെ. ഒരു സ്ത്രീയാണ്, പച്ച ശരീരമാണ്. ആണി കൊണ്ട് തറച്ച് കടുത്ത ചൂട്ടത്ത് കൊണ്ടുപോയിട്ട് നിർത്തും. താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു, ഫിർഔനും പട്ടാളക്കാരും പിരിയുമ്പം അള്ളാഹു മലക്കളെ നിയോഗിച്ച് അവർ ചിറക് വിരിച്ച് ആസിയാക്ക് തണല് കൊടുക്കും. ആസിയ ബിൻത് മുസാഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആണുങ്ങളുടെ കൂട്ടത്തിൽ പല ആൾക്കാർക്കും പൂർണ്ണത കിട്ടിയിട്ടുണ്ട്,
പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ആസിയ ബിൻത് മുസാഹിം ഇംറഅത്തു ഫിർഔൻ, മറ്റൊന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, വേറൊന്ന് മറിയം ബിൻത് ഇമ്രാൻ, നാലാമത്തെ ആള് ആരായിരിക്കും? ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പൂർണ്ണരാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ത്രീകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും ആകണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അഖീദയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആവണം, മുഹമ്മദുർ റസൂലുള്ളാഹി ക്ലിയർ ആവണം. എല്ലാത്തിനും ആദർശം എന്തെന്ന് പറയില്ല. ഇത് റെഡിയാവാതെ അതിന് ശാഖാപരമായി വരുന്ന കുടുംബജീവിതത്തിന്റെ എന്ത് സംഗതി ശ്രദ്ധിച്ചാലും ആ പോരായ്മയായിട്ട് നിങ്ങൾ കിടക്കും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നോക്കിയാൽ ആദർശമാണ് മെയിൻ വിഷയം കുടുംബജീവിതത്തിൽ എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും? അത് നമ്മളൊരു വിഷയമായിട്ട് കാണുന്നേ ഇല്ല. നമ്മൾ ആൾക്കാരെന്നെ അങ്ങനെ കാണുന്നില്ല. അതൊരു വിഷയമാണ്. അതായത് ഭർത്താവ് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ദുആ അള്ളാഹിനോട് മാത്രം, സഹായതേട്ടം അള്ളാഹിനോട് മാത്രം, കാവൽ തേട്ടം അള്ളാഹിനോട് മാത്രം, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം. അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഇതിനെ വിളിക്കാൻ പാടില്ല, ആശ്രയിക്കാൻ പാടില്ല, തവക്കലാക്കാൻ പാടില്ല. തങ്ങളെടുത്ത് പോക്കില്ല, ജാറത്ത് പോക്കില്ല, ദർഗയിൽ പോക്കില്ല, ഉറുക്കില്ല, ഏലസില്ല, ചരടില്ല, കുപ്പില്ല, തകടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഭാര്യ പറയുന്നു തങ്ങളെടുത്ത് പോയാൽ പ്രശ്നമൊന്നുമില്ല, തങ്ങള് മനസ്സിലുള്ളെല്ലാം പറയുന്ന ആളാണ്. അല്ലെങ്കിൽ തങ്ങൾ ഊതിക്കൊടുത്ത വെള്ളം കുടിച്ചിട്ട് അപ്പുറത്തെ പെണ്ണുങ്ങൾ പ്രസവിച്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഭാര്യന്റെ ആദർശമെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ നിയമപ്രകാരം ഭർത്താവും അല്ല, ഇവള് ഭാര്യയല്ല, രണ്ടും അജ്നബികളാണ്. ഉൾക്കൊള്ളാൻ കഴിയില്ല മനുഷ്യന്മാർക്ക്. കാരണം ആദർശബന്ധമില്ലാത്ത ബന്ധത്തെ അള്ളാഹു പരിഗണിക്കുന്നേയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ കണിശത ആ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട്. ആദർശം അതൊന്നായിരിക്കും. അതുകൊണ്ട് കുടുംബം നന്നാക്കാൻ ആദ്യം വേണ്ടത് വീട്ടിന്റെ ഉള്ളില് ആദർശപരമായിട്ടുള്ള ചർച്ചകളാണ്. ഭാര്യ ഭർത്താവിനെ പഠിപ്പിക്കണം, ഭാര്യയും ഭർത്താവും കൂടി മക്കൾക്ക് പഠിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരാളും ആ കുടുംബത്തിൽ ഉണ്ടായിക്കൂടാ. ഉണ്ടെങ്കിൽ ആ കുടുംബം ഭദ്രമാവൂല, അവിടെ ഒരു സുഖം ഉണ്ടാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോട്ടെ, അത് കഴിഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ മനഃപൂർവം അറിഞ്ഞ് അവഗണന കാണിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ആ വീട്ടിലെ ഖൈറും ബർക്കത്തും ഉയർത്തപ്പെടും. എന്തുകൊണ്ടറിയോ? ഓൻ കാഫിറാണ്. ആ കാഫിർ ജീവിക്കുന്ന വീട്ടില് അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവില്ല. അത്ര ശക്തി. ഇന്നലെ സാലിഹുൽ ഫൗസാൻ ഹഫളഹുല്ലാനോട് ഒരാൾ ഇങ്ങനെ സംശയം ചോദിക്കുകയാണ്, ഫത്വ ചോദിക്കുകയാണ്. അപ്പൊ കുറെ പറഞ്ഞു, പലിശ വാങ്ങുന്നത്, കള്ളു കുടിക്കുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്, ഇങ്ങനെ കുറെ തെറ്റുകൾ പറഞ്ഞിട്ട് ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്ന ഒരാള് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അയാളോടുള്ള എൻ്റെ സഹകരണം എങ്ങനെയാവണം? അയാളെ മുസ്ലിമായി പരിഗണിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഇതൊക്കെയാണ് ചോദ്യം. അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു നിസ്കാരം ഒഴിവാക്കുന്നുണ്ട് ഈ ചോദ്യകർത്താവ്. ഷേഖ് അപ്പൊ തന്നെ പറഞ്ഞു ലാ യജൂസ്, നീ പറഞ്ഞതൊന്നും അയാളുമായിട്ട് പറ്റില്ല. കാരണം നിസ്കാരം ഒഴിവാക്കലോടുകൂടി അയാൾ കാഫിറായി, മില്ലത്തിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് കുടുംബജീവിതം നന്നാക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ സ്വഭാവം നന്നാക്കി ചിരിച്ച് കെട്ടിപ്പിടിച്ച് 2 മുത്തം കൊടുത്ത് പാൽപ്പായസെല്ലാം കുടിപ്പിച്ച് റാഹത്തായിട്ട് ഇങ്ങനെ പോക്കല്ല. ഒന്ന് അഖീദയിൽ ആ കുടുംബം ഒന്നാവല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദഅവത്തിന്റെ പ്രസംഗം തുടങ്ങിയത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ. ഖദീജ റളിയല്ലാഹു തആല അൻഹ അതപ്പം തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ശിർക്ക് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന് നിരക്കാത്ത, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്ത കരാറിന് നിരക്കാത്തതൊന്നും വീട്ടിലുണ്ടായിക്കൂടാ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതിശക്തമായ ഭാഷയിൽ ഉപദേശിക്കണം വീട്ടുകാര്. ഭാര്യയാണെങ്കിൽ ഭാര്യനെ, ഭർത്താവെങ്കിൽ ഭർത്താവിനെ, മക്കളാണെങ്കിൽ മക്കളെ. എന്നിട്ടെല്ലാം പഠിച്ചു അറിഞ്ഞു മനസ്സിലാക്കി അവർ ഉൾക്കൊള്ളുന്നില്ലെങ്കിലോ എന്ത് ചെയ്യും? എന്താ ഇങ്ങനെ ഇരിക്കുന്നു? ബിരിയാണി വെച്ചില്ല? എന്ത് ചെയ്യും?
അംസികൂഹുന്ന ബിമഅറൂഫ് ഔ സദ്ദിഹൂഹുന്ന ബിമഅറൂഫ്. കൊണ്ട് ആദർശം പഠിച്ചേ പറ്റുള്ളൂ, തൗഹീദിലേക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ, ശിർക്കിൽ നിന്നും ഒഴിവായേ പറ്റുള്ളൂ. അതാണ് കുടുംബ മധ്യത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട സംഗതി. ആദർശവാദികളായിരിക്കണം വീട്ടിലുള്ളവർ. ഒരു കുടുംബനാഥൻ അയാളുടെ കുടുംബത്തിന്റെ മസ്ഊലിയത്തുള്ള ആളാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. നമുക്കെല്ലാം അറിയാം, ഉത്തരവാദിയാണ്, അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഏത് വിഷയമായിരിക്കും അള്ളാഹു ആ മസ്ഊലിയത്തിൽ ആദ്യം ചോദ്യം ചെയ്യുക? അവർക്ക് ഇത് പഠിപ്പിച്ചതാണ്. തിന്നാൻ കൊടുത്തോ, ഡ്രസ്സ് കൊടുത്തോ, നല്ല വാഹനം വാങ്ങിച്ചു കൊടുത്തോ, നല്ല പുര വെച്ചു കൊടുത്തോ, കറങ്ങാൻ കൊണ്ടുപോയിനോ, സന്തോഷിപ്പിച്ചിനോ, അല്ലെങ്കിൽ നമ്മളെ ഉസ്താദ് പ്രസംഗിക്കുന്ന പോലെ രാവിലെ ബൈക്കുമ്പോൾ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ കൊണ്ടുപോയിനോ, ആഴ്ചക്ക് നമ്മളെ എന്താ പറയാ, ഏത് ഹോട്ടല, മട്ടൻ ബിരിയാണി ഹോട്ടലില്ലേ, വൈസ്രോയി കൊണ്ടുപോയിട്ട് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിനോ? ഇതൊന്നും അല്ല ഹിസാബ്. ഹിസാബിലുള്ള ഒന്ന് ആദർശം പഠിപ്പിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കണിശമായിരുന്നു ആ വിഷയം, ആദർശം പഠിപ്പിക്കാൻ. യഹൂദികൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ആദർശം, എന്ത് തൗഹീദായി പറയും? നിങ്ങൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മാഷാ അല്ലാഹു വശിഅത, നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാന്ന് പറയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, എന്റെ സഹാബാക്കൾ അങ്ങനെ പറയൂല. ഇതിന് സഹാബത്തിന്റെ നേരത്തിന് പറഞ്ഞു, അങ്ങനെ പറയരുത്, നിങ്ങൾ എന്നെ അള്ളാഹുവിന് പകരക്കാരനാക്കുകയാണോ? നിങ്ങൾ എങ്ങനെ പറയാവൂ മാഷാ അല്ലാഹു സുമ്മ ശിഅത, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങളും ഉദ്ദേശിച്ചാൽ. അത്ര കണിശതയാണ് ആദർശത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നന്നാവാൻ അള്ളാഹിന്റെ വഴിക്കേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നേ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബം നന്നാവാനായി കുടുംബത്തിനെ ശീലിപ്പിച്ചതിൽ രണ്ട് വിഷയങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി ഐ അത്തഖ്വ. കുടുംബം മുന്നോട്ട് പോകുന്ന വണ്ടി തഖ്വയുടെ വണ്ടിയാവണം. അവിടെ പരിഗണിക്കപ്പെടുന്നത് അള്ളാഹു ആവണം, അള്ളാഹുവിന്റെ റസൂൽ ആവണം. ഇല്ലേ അത് അപകട സൂചനയാണ്. അള്ളാഹു കാക്കട്ടെ. എന്താ ഇംതിസാലു അവാമിരില്ല എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ വിധേയരാവലാണ് കുടുംബം. കാരണം ഒരു ഭാഗത്ത് ഭാര്യന്റെ സന്തോഷം നോക്കേണ്ടി വരും, മറുഭാഗത്ത് മക്കളുടെ സന്തോഷം നോക്കേണ്ടി വരും, അതിന്റെ അപ്പുറത്തെ അയൽവാസിന്റെ നോക്കണം, മൂത്താപ്പന്റെ ഇളയപ്പന്റെ കാരണോറത് ഉമ്മമാന്റെ ഉപ്പപ്പാന്റെ നോക്കണം, ഇതെല്ലാം ഉണ്ടാവും. അവിടെ ഇതാണ് അള്ളാഹുവിന്റെ അമ്ർ എന്ന് കണ്ടാൽ ആ കുടുംബത്തിൽ നടപ്പിലാവേണ്ടത് അള്ളാഹുവിന്റെ അമ്രായിരിക്കണം. ആര് എന്ത് വെറുത്താലും ശരി, ഒറ്റപ്പെടുത്തിയാലും ശരി, അക്കുടുംബത്തിന്റെ നിലപാട് ഇത് അള്ളാന്റെ കൽപ്പന ഇതാണ്, ഇതനുസരിച്ചേ പറ്റൂ. അക്കണിശത ഉണ്ടാവണം വീട്ടിൽ. അതാണ് ഇസ്ലാമിക കുടുംബം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിക കുടുംബം അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല കേട്ടോ, ഞാൻ ബിഗ് സീറോ ആണ്. എനിക്ക് നന്നാവണം. കേട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത്രയുള്ളൂ. ഇംതിസാലു അവാമിരില്ല. എന്തുകൊണ്ടത് പറയാൻ കാരണം, മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ ഇണയിലേക്ക് ചായുന്ന അവസ്ഥയാണ്. പെണ്ണൊന്ന് വന്നിട്ട് കരഞ്ഞാൽ നമ്മൾ കഴിഞ്ഞില്ലേ? പെണ്ണൊന്ന് വന്ന് കരഞ്ഞു, അതിനെന്താ പറയാ മലയാളത്തിൽ? തലയണ മന്ത്രം. വന്നിട്ട് കിടക്കുമ്പോൾ അങ്ങനെ പൂച്ചന്റെ സ്വഭാവം അത്. ഇങ്ങനെ തട്ടി ഉരുമ്മി മുറിച്ച് തലയെല്ലാം തടയി തന്ന് നല്ല അത്തറെല്ലാം പറ്റിത്തന്ന് എന്നിട്ട് അപ്പോഴത്തേക്ക് മാപ്പിള വായിക്കും, പാവപ്പ അങ്ങനെ ചെയ്തിരുന്നല്ലേ, കാലങ്ങനെ ആയിക്കോട്ട് പോയി പൊട്ടി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംഭവിച്ചു പോയിട്ടുണ്ട് നമ്മളെ ഉപ്പാക്ക്. അത് അള്ളാഹു ഖുർആനിൽ വളരെ ശക്തമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നു ചെയ്തു. ഹവ്വ പോയിട്ട് പറഞ്ഞു ആദമിനോട്, എന്തായാലും ഒന്ന് തിന്നു നോക്കാം, അയാളിങ്ങനെ പറയുന്നല്ലേ, തിന്നാൻ നിങ്ങൾക്ക് എന്തുണ്ടാവൂല, ഖുൽദിന്റെ പഴമാണത്, കാലാകാലത്തേക്ക് നിങ്ങൾ മരിക്കൂല, ഒന്ന് തിന്നു നോക്കാം. ഹവ്വ ആദമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പല ആൾക്കാരും തോക്കുന്ന ആരുടെ മുമ്പിലാണ്? ഭാര്യന്റെ മുമ്പിലാണ്. ഫിർഔൻ വരെ തോറ്റത് ആസിയാന്റെ മുമ്പിൽ മാത്രമാണ്. ഇപ്പൊ എന്നറിയോ, മൂസനബിന്റെ മോനെ മൂസനബിയെ ഉമ്മ എന്ത് ചെയ്തു?
ഒരു മരത്തിന്റെ തൊട്ടിലുണ്ടാക്കിയിട്ട് ഒഴുക്കി വിട്ടല്ലോ. ആസിയ ബീവിയും തോഴിമാരും കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ വരുന്നത് കടവില്. അങ്ങനെ മരച്ചില്ലകൾക്കിടയിൽ തങ്ങിയിട്ട് അതവിടെ നിന്നു. ഇമാം ഇബ്നു ജരീർ ത്വബരി റഹ്മഹുള്ള തഫ്സീറിൽ ഈ താരീഖ് പറയുന്നുണ്ട്. അങ്ങനെ തോഴിമാരെ വിട്ടിട്ട് ആസിയ അതിനെ എടുപ്പിച്ചു. തുറന്നു നോക്കുമ്പോൾ ഒരു കുഞ്ഞി. ആസിയെ വിളിച്ച പേരാണെന്ത്? മൂസ. മുസ്ലിമിന്റെ ഉമ്മിട്ട പേരല്ല. മൂ എന്ന് പറഞ്ഞാൽ വെള്ളം. ഇപ്പം മരത്തിൻ ഇടയിൽ നിന്ന് വെള്ളത്തിൽ വെച്ച് കിട്ടിയ കുട്ടി എന്ന അർത്ഥത്തിലാണ് മൂസ എന്ന പേര് ആസിയ ആ കുഞ്ഞിനെ വിളിച്ചത്. വിളിച്ചിട്ട് ഓടി കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലുള്ളത് ആരാ? ബനു ഇസ്രായേലിന്റെ കുഞ്ഞിനെ കൊല്ലാൻ കൽപ്പിച്ചിരിക്കുന്ന രാജാവ് അവിടെ ഉള്ളത്. പിന്നെ ഒരൊറ്റ നോട്ടത്തിന് ആളെ മനസ്സിലായി ഇത് ഇസ്രായേലി കുഞ്ഞാണ്. കാരണം മുഖഭാവം കൊണ്ട് എന്താവും, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഒരിക്കൽ എൻ്റെ ഒപ്പം ഉംറക്ക് വന്നൊരാൾ കോഴിക്കോടുള്ള, കുറച്ചേ ഉണ്ടപ്പം അത്, ഇവനെ മത്താഫിലേക്ക് കയറുമ്പോൾ പോലീസ് പിടിച്ചു. ബച്ചാ അത് ചോദിക്കുന്നു ഇത് ചോദിക്കുന്നു, നമ്മളെല്ലാം വിട്ട് ഇവനെ മാത്രം പിടിച്ച് നോക്കുമ്പോൾ ഇവൻ്റെ ഒരു ഫേസ് കട്ട് മറ്റേ ആഫ്രിക്കൻ്റെ ലുക്കാണ്. കറുപ്പുണ്ട്, ആ നീളമുണ്ട്, ആഫ്രിക്കൻ്റെ ഒരു മുഖവും. അപ്പൊ അത് നോക്കിയിട്ടാണ് പോലീസുകാർ പിടിക്കുന്നത്. കാരണം കറുപ്പന്മാർ അനധികൃതമായിട്ട് വരുന്നുണ്ടാവും. കുഞ്ഞിനെ കണ്ടപ്പോ ഫിർഔന് സംഭവം മനസ്സിലായി. ആസിയ അപ്പൊ തന്നെ പറഞ്ഞു, ലാ തഖ്തുലു, കൊല്ലരുത്. ഖുർറത്തു ഐനിൻ ലീ വലക്, എനിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൺകുളിർമയാവുന്ന എന്തെങ്കിലും ഈ കുഞ്ഞിനുണ്ടാവും. അസാ അൻ യൻഫഅന, എന്തെങ്കിലും ഉപകാരം ചെയ്യും. ഔ നത്തഖിദഹു വലദ, നമുക്ക് മക്കളില്ലല്ലോ, ഒരു മോനായിട്ടെങ്കിലും വളർത്താമല്ലോ. ആസിയ അന്ന് ആ മുഖത്ത് കണ്ടത് ആസിയക്ക് കിട്ടി. ആ ഉപകാരം ആ കുഞ്ഞിനെ കൊണ്ട് ആസിയ. അപ്പൊ ഫിർഔൻ പറഞ്ഞൊരു കാര്യം എന്താ പറയുക ആ സമയത്ത്, എനിക്കങ്ങനെ തോന്നുന്നില്ല, നിനക്കങ്ങനെ തോന്നുന്നെങ്കിൽ നീ പോറ്റിക്കും. ആസിയാന്റെ മുമ്പിൽ മാത്രമേ ഫിർഔൻ ഒന്ന് തല കുത്തിയിട്ടുള്ളൂ. അതേപോലെയാണ് എല്ലാ ഭർത്താക്കന്മാരും തോക്കുന്നത്. ഇംതിസാലു അവാമിരില്ല, അത് കുടുംബത്തിന്റെ നടുംതൂണാവണം. അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ അതെന്റെ ഭർത്താവ് ചെയ്തിരിക്കും എന്ന് ഭാര്യയ്ക്ക് തോന്നണം. എൻ്റെ ഭാര്യ അത് ചെയ്തിരിക്കും എന്ന് ഭർത്താവിന് തോന്നണം. എൻ്റെ ഉപ്പയും ഉമ്മയും അള്ള പറഞ്ഞതാണെങ്കിൽ ഇതേ ചെയ്യൂ എന്ന് മക്കൾക്ക് ബോധ്യമാവണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിനെ പിടിച്ചിട്ട് പോവാണ് മിനായിലേക്ക് അറക്കാൻ. അപ്പോഴാണ് ജിബ്രീൽ ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി വരുന്നത് മനുഷ്യന്റെ കുളത്തിൽ. ആദ്യം ഹാജറാന്റെ അടുത്തേക്കാ വന്നത്, ഭാര്യയുടെ അടുത്തേക്ക്. മോനെ എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയോ? ഉപ്പ മോനെ നാട് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ പറഞ്ഞു, അല്ല, അറുക്കാൻ വേണ്ടി, റബ്ബ് അറുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, അറുക്കാൻ വേണ്ടിയിട്ടാ കൊണ്ടുവന്നു. അപ്പൊ ഹാജറ പറഞ്ഞൊരു വാക്കുണ്ട്, ഇബ്രാഹിമിന്റെ റബ്ബ് ഇബ്രാഹിമിനോട് മോനെ അറുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുക്കപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഭർത്താവ് എന്ന ആദർശവാദി. ശൈത്താൻ തോറ്റു. മോൻ്റെ അടുത്തേക്ക് പോയി, ഇസ്മായിലിൻ്റെ അടുത്ത്. മോനെ എവിടെയാ പോകുന്നത്? ഉപ്പ കറക്കാൻ കൊണ്ടുവന്നല്ലേ, നാട് കാണിക്കാൻ. പറഞ്ഞു, അല്ല, നിന്നെ അറുക്കാനാ ഉപ്പ കൊണ്ടുവന്നു. എൻ്റെ ഉപ്പ അറുക്കാനോ? മോൻ ചോദിച്ചു ഇബ്രാഹിം ശൈത്താനോട്. അതായത് നിന്റെ ഉപ്പാന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ അറുക്കാൻ. അപ്പൊ ആ മോൻ പറഞ്ഞു, എത്ര വയസ്സുണ്ടാവും? 11 വയസ്സ്. എൻ്റെ ഉപ്പാന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇന്ന് ഉപ്പ അറുക്കുക തന്നെ ചെയ്യും. ആ ഉപ്പാന്റെ ആദർശം അറിയണം മക്കൾ, ഇങ്ങനെയാണ്. പിന്നെ പ്രശ്നമില്ല. തോറ്റു. ബാപ്പാനെടുത്തു പോയി. അതാരാ? ഇമാമുൽ മുവഹിദീൻ. മുവഹിദ് തൗഹീദിന്റെ ആൾക്കാരെ ഇമാമാണ് അദ്ദേഹം. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? കല്ലെടുത്തിട്ട് എറിഞ്ഞോടിച്ചത് ഷൈത്താനെ. അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അതനുസരിക്കപ്പെട്ടിരിക്കും ഈ കുടുംബത്തിൽ എന്ന രീതി വീട്ടിൻ്റെ ഉള്ളിൽ വേണം. വേഗം സമയം പോയല്ലപ്പാ. എത്ര മണിക്കാണ് നിസ്കരിക്കുന്നത് അല്ലേ? 4:15.